നമസ്കാരം. മുംബൈയിലെ ബൈക്കൊളയിൽ 15,000 പേരെ കൊല്ലാൻ ലക്ഷ്യമിട്ട് മുഹറം ഘോഷയാത്രയ്ക്കിടെ വിഷഗുളികകൾ വിതരണം ചെയ്ത യുവാവ് അറസ്റ്റിൽ. ഫയാസ് പ്രേംജി എന്ന യുവാവാണ് പിടിയിലായത്. റോഡിലെ റഹ്മദാബാദ് സെമിത്തേരിക്ക് സമീപം നടന്ന ഘോഷയാത്രയ്ക്കിടയിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടായത്. വേദന സംഹാരികളാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഇയാൾ ആളുകൾക്ക് ഗുളികകൾ നൽകിയത്. ഘോഷയാത്രയിൽ പങ്കെടുക്കാനെത്തിയ 3 വനിതാ വോളണ്ടിയർമാരുടെ സംശയമാണ് പ്രതിയെ കൊടുക്കാൻ സഹായിച്ചത്. ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഇവർ ഗുളികകൾ പരിശോധിക്കുകയും ഉള്ളിൽ പൊടി രൂപത്തിലുള്ള പദാർത്ഥം കണ്ടെത്തുകയുമായിരുന്നു. താൻ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ കൂട്ടാളികളെ വലയിലാക്കിയതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. വെള്ളിയാഴ്ച അശ്വര ദിന ഘോഷയാത്രയ്ക്കിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. വേദനാ സംഹാരിയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന മരുന്നെന്ന വ്യാജന ഇയാൾ വിതരണം ചെയ്ത ഗുളികകളിൽ സിങ്ക് ഫോസ്ഫൈഡ് അടങ്ങിയിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വൻതോതിൽ വിഷഗുളികൾ വിതരണം ചെയ്ത് ആളുകളെ കൊന്നൊടുക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണ് പോലീസ് പൊളിച്ചടക്കിയത്. ഇയാൾ 30,000 ക്യാപ്സ്യൂളുകളും 50 കിലോഗ്രാം വിഷവും ഓർഡർ ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തി. ഈ ഗുളികൾ ഉപയോഗിച്ച് 15,000 ആളുകളെ കൊല്ലാനായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. വിതരണത്തിനായി കരുതിയിരുന്ന 14,900 ഗുളികൾ പോലീസ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. തനിക്ക് ഈ കൃത്യം ഒറ്റയ്ക്ക് ചെയ്യാനാകില്ലെന്ന് പ്രേംജിക്ക് അറിയാമായിരുന്നു. അതിനാൽ ഇതൊരു വലിയ പുണ്യപ്രവൃത്തിയാണെന്ന് അവകാശപ്പെട്ട് വിതരണത്തിനായി ഇയാൾ മറ്റു പലരെയും കൂടെ കൂട്ടി ഇവർക്ക് വലിയ തോതിൽ ഗുളികകൾ കൈമാറുകയും ചെയ്തു. ഏകദേശം 15 ദിവസം മുമ്പാണ് പ്രേംജി പൂനെയിൽ നിന്ന് മുംബൈയിലെത്തിയത്. കഴിഞ്ഞ 2 ആഴ്ചയായി ഡോംഡ്രിയിലെ ഹോട്ടൽ സൺ ഡോർമെട്രിയിലായിരുന്നു ഇയാളുടെ താമസം. ഇവിടെ വെച്ചാണ് ഇയാൾ ഗൂഢാലോചന നടത്തിയതും വിഷഗുളികൾ പാക്ക് ചെയ്തതെന്നുമാണ് പോലീസ് കരുതുന്നത്. ഗുളിക കഴിച്ച് ആരോഗ്യം വഷളായ 11 പേരിൽ സൽമാൻ സയ്യിദ്, അലി അബ്ബാസ് സയ്യിദ് എന്നിവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്വന്തം കുട്ടികൾക്ക് വരെ ഈ ഗുളിക നൽകിയ ഒരു സ്ത്രീയിൽ നിന്നാണ് തനിക്ക് ഇത് ലഭിച്ചതെന്ന് സൽമാൻ പറഞ്ഞു. വിറ്റാമിൻ ഗുളിക എന്ന് പറഞ്ഞാണ് തനിക്കിത് നൽകിയതെന്ന് അലി അബ്ബാസും വ്യക്തമാക്കി. ഗുളികൾ വിതരണം ചെയ്യുന്നത് കണ്ട് സംശയം തോന്നിയ 3 വനിതാ വോളണ്ടിയർമാരുടെ സംയോജിതമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. അവർ ഒരു ഗുളിക പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിനുള്ളിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു പൊടി കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ഈ ഗുളികൾ ആരും കഴിക്കരുതെന്ന് ഇവർ ലൗഡ് സ്പീക്കറിലൂടെ അനൗൺസ്മെന്റ് നടത്തി. തുടർന്ന് ഒട്ടും സമയം കളയാതെ ഘോഷയാത്രയ്ക്കിടെ ലൗഡ് സ്പീക്കറുമായി പാഞ്ഞ് സന്നദ്ധ പ്രവർത്തകർ വിതരണം ചെയ്ത ഗുളികൾ ആരും കഴിക്കരുതെന്നും അത് വിഷമാണെന്നും ഉച്ചഭാഷണിയിലൂടെ വിളിച്ചു പറഞ്ഞു. അനൗൺസ്മെന്റ് കേട്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി ഗുളികൾ എറിഞ്ഞു കളഞ്ഞു. ഇതോടെ പ്രതിയുടെ പദ്ധതി പൊളിയുകയായിരുന്നു. വോളണ്ടിയർമാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് പ്രേംജിയെ ഇയാൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് പൊക്കുകയായിരുന്നു. അതേസമയം ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ദുരൂഹമാണ്. പൂനെ വിമാൻ നഗറിലെ കൊണാർക്ക് നഗർ ടൗൺഷിപ്പിലാണ് പ്രേംജി വളർന്നത്. ഇയാളുടെ പിതാവിന് പെയിന്റ് ഫാക്ടറിയുണ്ട്. അമ്മയും സഹോദരിയും ഇറാനിലാണ് താമസിക്കുന്നത്. 2019-നും 2025-നും ഇടയിൽ ഇയാൾ 19 തവണ ഇറാനും ഇറാഖും സന്ദർശിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്ത്യയിൽ തിരിച്ചെത്തി പിതാവിനെ ബിസിനസ്സിൽ സഹായിക്കാൻ തുടങ്ങിയത്. അതേസമയം വിവാഹബന്ധം തകർന്നതിന് ശേഷം ഇയാളുടെ മാനസിക നില തെറ്റിയിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞതായി NDTV റിപ്പോർട്ട് ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 123 പ്രകാരം ബൈക്കുള്ള പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും ഭീകരവാദ ബന്ധമുണ്ടോ എന്നും വിഷഗുളികൾ വിതരണം ചെയ്തതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇത്രയധികം വിഷവും ക്യാപ്സ്യൂളുകൾക്കും ഇയാൾക്ക് എവിടെ നിന്ന് ലഭിച്ചു? കഴിഞ്ഞ വർഷങ്ങളിലായി നടത്തിയ വിദേശയാത്രകൾക്ക് പിന്നിൽ ഏതെങ്കിലും നിരോധിത സംഘടനകളുടെ കൈകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ മുംബൈ പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡും അന്വേഷണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. പ്രതിയെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ മാത്രമേ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം പുറത്തുവരൂ.